കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും ഒരു പുതിയ വിവരങ്ങൾ ലഭിക്കുകയാണ്. അവിടെയും മഴ കെടുതി മൂലം അങ്ങനെ മരം കടപുഴകി വീണിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രേക്ഷക തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിന് സമീപത്താണ് ഈ മരം ഒടിഞ്ഞ് വീണത്, കടപുഴകി വീണത്. ഫയർഫോഴ്സ് സംഘമൊക്കെ എത്തി ഇപ്പോൾ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ലൈൻ ഒക്കെ പോകുന്ന മേഖലയിലാണ്. അപ്പോൾ സ്വതന്ത്രം നമ്മൾ സ്ഥിരമായി എല്ലാവരും യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലൊക്കെ മരം കടപുഴകി വീഴുന്നു. അത് വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ സേനാ വിഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനപ്രതിനിധികളൊക്കെ പഞ്ചായത്ത് അംഗങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ മരങ്ങൾ അപകടകരമായ രീതിയിൽ നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ വിവരശേഖരണം, അതിൻ്റെ തലസ്ഥിതി നോക്കണം. നോക്കിയതിന് ശേഷം അത് കട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകണം. കാരണം ഒരുപാട് പേരുടെ ജീവന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇനി പട്ടാമ്പിയിലെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും വഴിമുടക്കിക്കൊണ്ട് മരം കടപുഴകി വീണു. പലരും രക്ഷപ്പെടുന്നത് തലനാരിലേക്കാണ്. വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളിലൊക്കെ പോകുന്ന ആളുകളൊക്കെ സൂക്ഷിക്കണം. ഇങ്ങനെ അപകട കെണിയായി മരണം പതിയിരിക്കുന്ന മരങ്ങൾ ഒരുപാട് ഉണ്ട്. സൂക്ഷിക്കണം, സൂക്ഷിച്ചേ മതിയാകും. വരുന്നത് ഷോളയാറിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെയും ഇങ്ങനെ മരം കടപുഴകി വീണു. അപ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് ഈ മരം കടപുഴകി വീഴുന്നത് തന്നെയാണ്. കാറ്റാണ് വലിയൊരു പ്രശ്നം. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പ്രത്യേകം നമ്മൾ പരിശോധിക്കേണ്ടതാണ്.